സണ്ണി വെയിൻ, ലുക്മാൻ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച ടർക്കിഷ് തർക്കം എന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിച്ചിരുന്നു. മതനിന്ദ ആരോപിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവിനും സംവിധായകനുമടക്കം ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് ഈ നടപടി എന്നതായിരുന്നു അണിയറ പ്രവർത്തകർ പറഞ്ഞത്. ടർക്കിഷ് തർക്കം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചത്. എന്നാൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് നടപടിയെന്ന അണിയറ പ്രവർത്തകരുടെ വാദത്തിന് പിന്നാലെ സിനിമാ പ്രവർത്തകരുടെ പ്രമോഷൻ തന്ത്രമാണ് ഇതെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ VT ബൽറാം രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമയ്ക്കെതിരെ മതനിന്ദ ആരോപിച്ച് ആരും രംഗത്തെത്തിയതായി തന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് VT ബൽറാം ഫേസ്ബുക്കിലൂടെ പറയുന്നു. തിയേറ്ററിൽ പൊളിഞ്ഞുപോയ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദമെന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ശുദ്ധ നെറുകേടും അങ്ങേയറ്റം അപകടകരമായ പ്രവണതയുമാണ് ഇതെന്നാണ് VT ബൽറാം പറയുന്നത്. VT ബൽറാമിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് പരിശോധിക്കാം. ടർക്കിഷ് തർക്കം എന്ന പേരിൽ ഒരു സിനിമ റിലീസ് ചെയ്ത വിവരം അറിഞ്ഞിരുന്നില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കമോ വിവാദമോ ഉണ്ടായതായും അറിഞ്ഞിരുന്നില്ല. അതിൽ മതനിന്ദ ആരോപിച്ച് ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളോ സംഘടനകളോ രംഗത്തെത്തിയതായും ഭീഷണി മുഴക്കിയതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആ സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരൊറ്റ പോസ്റ്റും ടൈം ലൈനിൽ കണ്ടിരുന്നില്ല. മതനിന്ദ ആരോപിച്ച് ആരൊക്കെയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയാണത്രേ. അങ്ങനെ ഒരു പരാതി പോലീസിന് മുൻപിൽ വന്നിട്ടുണ്ടോ, അതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല. ഏതായാലും സംഘപരിവാർ മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമാക്കി തുടങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ പൊളിഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ ഇതിനോടകം പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദവും ഭീഷണി ആരോപണവും, താൽക്കാലികമായ പിൻവലിക്കലുമെല്ലാം എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള സംഗതിയാണ്, ശുദ്ധ നെറുകേടാണ്, അങ്ങേയറ്റം അപകടകരമായ പ്രവണതയാണ്. ഇസ്ലാമോഫോബിയയ്ക്ക് ഇന്ന് ലോകത്തും ഇന്ത്യയിലും നല്ല മാർക്കറ്റുണ്ട്. ഈ അടുത്ത കാലത്തായി കേരളത്തിലും അതിന്റെ വിപണി മൂല്യം കൂടി വരികയാണ്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവർക്കെതിരായ സാധാരണ ജനങ്ങളുടെ വോട്ടിനെ വർഗീയതയുടെ കളത്തിൽ ഉൾക്കൊള്ളിച്ച് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന കാലമാണ്. കച്ചവട താല്പര്യങ്ങൾക്കായി സിനിമാക്കാരും ഇതിനെ ഒരു സാധ്യതയായി കാണുന്നത് ഈ നാടിന് താങ്ങാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു VT ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തിയേറ്ററിൽ പൊളിഞ്ഞുപോയേക്കാവുന്ന ഒരു ചിത്രത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദവും ഭീഷണി ആരോപണവും താൽക്കാലികമായ പിൻവലിക്കലും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തന്റെ കുറിപ്പിലൂടെ VT ബൽറാം പറഞ്ഞു വെക്കുന്നത്. അതേസമയം മുസ്ലിം സമുദായത്തിന്റെ ഖബറടക്കത്തെ പ്രമേയമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒരു പള്ളിയും അവിടെ നടക്കുന്ന ഖബറടക്കവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില തർക്കങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ ചിലർ തടയുന്ന അവസ്ഥയാണെന്നും ജനങ്ങളെ സത്യാവസ്ഥ ബോധിപ്പിച്ച ശേഷം വീണ്ടും ചിത്രം പുറത്തിറക്കുമെന്നുമായിരുന്നു അണിയറ പ്രവർത്തകർ കൊച്ചിയിൽ വെച്ച് പറഞ്ഞത്. നവാഗതനായ നവാസ് സുലൈമാൻ സംവിധാനം ചെയ്ത സിനിമ മതത്തെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നില്ലെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. തെറ്റിദ്ധാരണയുടെ പുറത്താണ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രതിഷേധമെന്നും സംവിധായകൻ നവാസ് സുലൈമാൻ, നിർമ്മാതാവായ നാദിർ ഖാലിദ്, നടി ആമിന നജീം എന്നിവർ പറഞ്ഞത്. ഇത് ബോധ്യപ്പെടുത്താൻ മാധ്യമപ്രവർത്തകർക്കായി ചിത്രം പ്രദർശിപ്പിക്കുമെന്നും ഒരു സമുദായത്തിലെ ചിലർക്ക് എതിർപ്പുള്ള ഭാഗങ്ങൾ പുനഃപരിശോധിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വീണ്ടും തിയേറ്ററിലെത്തിക്കുമെന്നും അണിയറ പ്രവർത്തകർ അറിയിക്കുകയായിരുന്നു. സണ്ണി വെയിൻ, ലുക്മാൻ, ഹരിശ്രീ അശോകൻ എന്നിവർ പ്രധാന അഭിനേതാക്കളായ ഈ ചിത്രം 22-നായിരുന്നു പ്രദർശനത്തിന് എത്തിയത്.